ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കം അതിന്റെ ഫൈനൽ ഡേയിലേക്ക് ലാസ്റ്റ് ഡാൻസിലേക്ക് എത്തുകയാണ്. ആരാധകർ വലിയ ആവേശത്തിലാണ്. കേരളത്തിൽ ഓരോ കവലകളിലും മെസ്സിയുടെയും അതോടൊപ്പം തന്നെ യമാലിന്റെയും ഒക്കെ കട്ടൗട്ടുകൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. സ്പെയിൻ അർജന്റീന മത്സരം 12:30 തുടങ്ങാൻ പോകുന്നു. ഇപ്പോൾ തന്നെ ആരാധകർ ജേഴ്സിയൊക്കെ അണിഞ്ഞ് ഇഷ്ടമുള്ള ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ ഗോൾ അടിക്കണം, അവർ വിജയിക്കണം എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. നമുക്ക് മലപ്പുറത്തേക്ക് കാണാം. മലപ്പുറവും കാൽപന്തും ആ മൊഹബത്ത് മറ്റൊരു കഥ തന്നെയാണ്. അരുൺ അമൃതനാഥാണ് നമുക്കിപ്പം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. അരുൺ, ഇതപ്പം ഒരു പുതിയ വാർത്ത, ഒരു നല്ല വാർത്ത കൂടി അരുണിനോട് എനിക്ക് പങ്കുവെക്കാനുണ്ട്. നാളെ കളി കണ്ട് കഴിഞ്ഞാൽ സ്കൂളുകളിലേക്ക് പോണ്ട, കോളേജിലേക്ക് പോണ്ട. അർജന്റീന ജയിച്ചു, ആര് ജയിച്ചാലും അത് കഴിഞ്ഞ് ആഘോഷിക്കും, പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കും, പിന്നെ കിടന്നുറങ്ങിക്കോളൂ. സ്കൂളിൽ പോണ്ട, കോളേജിൽ പോണ്ട, സന്തോഷം. അത് തന്നെയാണ് നമുക്കൊക്കെ കേൾക്കുമ്പോൾ. 13,000 കാതങ്ങൾ അകലെയുള്ള ന്യൂജേഴ്സിയിൽ അങ്ങ് പന്തുരുളുമ്പോൾ നമ്മളൊക്കെ ആഘോഷിക്കുകയാണ്. കേരളവും അതിനൊപ്പം നിൽക്കുകയാണ്. അത് തന്നെയാണ് മുഖ്യമന്ത്രി അവധി പ്രഖ്യാപിച്ചതിന്റെ ആഹ്ലാദം തന്നെ ഇപ്പോൾ നമ്മോട് ഇവിടുത്തെ എല്ലാവരും അർജന്റീന ഉണ്ട്, സ്പെയിനും ഉണ്ട്. ഇത് മാത്രമല്ല 21 രാജ്യങ്ങളുമുണ്ട്. പൊന്മള പഞ്ചായത്താണ് ഒരു മിനി ലോകകപ്പ് തന്നെ ഈ ഫൈനൽ ദിവസം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആര്യ, എന്തായാലും ആദ്യം തന്നെ അവധിയുടെ കാര്യം തന്നെ ചോദിക്കാം. ഒരു സസ്പെൻസ് ആയിട്ട് കൂടെ ഒരു അവധിയുടെ വാർത്ത നമ്മളിലേക്ക് എത്തണം. സന്തോഷമായോ? ഞാൻ മണിക്കോണ്ടാണ്, അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാലും കുട്ടികൾക്ക് നല്ലൊരു കാര്യമാണ് ലീവ് കിട്ടുന്നത്. ഇന്ന് 12:30 കളി, ചെറിയ കുട്ടികളൊക്കെ ഒരുപാട് ടൈം നിൽക്കുന്നതാണ്. അപ്പൊ എന്തായാലും നല്ലൊരു കാര്യമാണ്. അതെ, റൊണാൾഡോ ഫാൻ ഉണ്ട്. റൊണാൾഡോ വേൾഡ് കപ്പിൽ ഇല്ല, എന്നാലും കുഴപ്പമില്ല, നാളെ ലീവാ. എന്താ സന്തോഷമായോ? നാളെ വിദ്യാലയങ്ങൾക്കും കോളേജുകൾക്കും ഉൾപ്പെടെ അവധിയാണ്. വിദ്യാലയങ്ങൾക്കും കോളേജുകൾക്കും ഉൾപ്പെടെ മുഖ്യമന്ത്രി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതെ, നാളെ നല്ലൊരു മത്സരമല്ല, അപ്പൊ പിന്നെ അവധിയാണ്. നല്ലൊരു തീരുമാനം. എന്താ, എങ്ങനെ തീരുമാനത്തിൽ എങ്ങനെ കാണുന്നു? അർജന്റീന ജയിക്കൂ. നാളെ സ്കൂളിലും പോകണ്ട, ജയിച്ചു കഴിഞ്ഞാൽ സന്തോഷമായില്ലേ? എന്തായാലും വെറുതെ സന്തോഷിക്കാനല്ല, അതിന് കോമ്പൻസേറ്റ് ചെയ്ത് ക്ലാസ് വേണം എന്നൊക്കെ അഭിപ്രായം പറയാം. എന്തായാലും ഈ ലോകകപ്പ് ഇങ്ങനെ സംഘടിപ്പിച്ച് മനോഹരമാക്കിയ ആളുകളിലേക്ക് തന്നെ നമുക്ക് എന്തായാലും പോകേണ്ടതുണ്ട്. പൊന്മള പഞ്ചായത്താണ് ഇത്തരം ഒരു ദൗത്യത്തിലേക്ക് എത്തുന്നതല്ല. 21 ടീമുകളാണ്, 21 രാജ്യങ്ങൾ. ഇന്ത്യ ഉൾപ്പെടെ ഉണ്ട്. ഇന്ത്യ ഉൾപ്പെടെ കളിക്കുന്നുണ്ട്. 21 രാജ്യങ്ങള്. പൊന്മള പഞ്ചായത്തിൽ 21 വാർഡുകളാണുള്ളത്. ആ വാർഡുകളൊക്കെ ഒരു രാജ്യമാക്കി എടുത്ത് 21 വാർഡുകൾക്കും 21 രാജ്യങ്ങൾ ഉള്ള രൂപത്തിലാണ് മത്സരം നടക്കുന്നത്. എന്നാൽ ലോക ഫുട്ബോളിൽ കാലങ്ങളായി ഇടം നേടാത്ത നമ്മുടെ ഇന്ത്യ രാജ്യം, അത് പൊന്മള പഞ്ചായത്ത് 22ാമത്തെ രാജ്യമായി നമ്മളെ ഇന്ത്യ രാജ്യത്തിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ 22 രാജ്യങ്ങളാണ് ഇവിടെ മാറ്റി ഒരുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫുട്ബോൾ തുടങ്ങുന്ന കാലം മുതലേ പഞ്ചായത്ത് ബോർഡ് എങ്ങനെ ഇതിനെ നമ്മളെ കുട്ടികളിലേക്ക് എത്തിക്കണമെന്നും അവരുടെ ആവേശത്തിൽ എങ്ങനെ ഒരു ഫുട്ബോളിന്റെ കൂടെയുള്ള ആവേശത്തിൽ എങ്ങനെ പങ്കെടുക്കണമെന്നും ഇവിടുന്ന് അങ്ങോട്ട് അവരുമായി എങ്ങനെ സമീപിക്കണമെന്നുമുള്ളത് ചിന്തിക്കുകയായിരുന്നു. അവസാനമാണ് ഈ ലോക മിനി ഫുട്ബോൾ ഇവിടെ നടത്തണമെന്ന തീരുമാനത്തിലെത്തുകയും എല്ലാ ക്ലബ്ബുകളും എല്ലാ വാർഡ് മെമ്പർമാരും അതിനോട് സഹകരിക്കുകയും എല്ലാ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ്. ഇഷ്ട ടീമൊക്കെ ഉണ്ടാവും. ഇതെന്തായാലും വലിയ വിജയം. എന്താണ്, ആരാണ് ഫേവറേറ്റ് ടീം? ഞാൻ എന്റെ വാർഡ് 4 4ാം വാർഡിലെ ടീമാണ് അർജന്റീന. അതെ, പ്രസിഡന്റ് അർജന്റീന എന്ന് പറഞ്ഞിരിക്കുന്നു. എതിരുണ്ടോ? ബ്രസീലാണ്. അതാ, അപ്പൊ തന്നെ എതിര് വന്നിരിക്കുന്നു ബ്രസീൽ. എന്തായാലും അടുത്ത വേൾഡ് കപ്പിൽ നോക്കാം.